ഇത് തിരുവണ്ണാമലൈ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് തമിഴ്നാട്ടിൽ. അത് ഭയങ്കര പ്രഗത്ഭമായിട്ടുള്ളൊരു അമ്പലമാണ് തിരുവണ്ണാമലൈ. അത് എന്താ പറയുക, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ അറിയാത്തവർ ചുരുക്കം ചിലവരായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് പൗർണമിയാണ്. അപ്പോൾ പൗർണമിയിൽ ഗിരിവലം ശരിക്കും സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ ഗിരിവലം ഉണ്ട്. പക്ഷേ ഇത്രയും ജനം വരുന്നത് ഈ പൗർണമി ദിവസമാണ്. ഇത്രയും ജനം വരിക അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ജനപ്രവാഹമാണ്. ഇതേ കണ്ടില്ലേ, ആൾക്കാരിങ്ങനെ നടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇതൊരു 18 കിലോമീറ്ററാണ് ഈ ആൾക്കാർ നടക്കുക. 18 കിലോമീറ്റർ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതൊരു കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമയായിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളും വയസ്സായ ആൾക്കാരും എന്താ പറയുക, അങ്ങനെ പ്രായഭേദം ഒന്നും ഇല്ല അവർക്ക്. കാര്യം എന്താ പറയുക, കുഞ്ഞു കുട്ടികളെ വരെ പിന്നെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ട്രോളി ഇവിടെ വാടകയ്ക്ക് കിട്ടും. ആ ട്രോളി എടുത്തിട്ടാണ് അതിങ്ങനെ എന്താ പറയുക ഉരുട്ടിക്കൊണ്ട് നടക്കാം. പക്ഷെ ആരും ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ചെരുപ്പ് പോലും ഇല്ലാണ്ടാണ് അവർ നടക്കുക. കാര്യം വിശ്വാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ നേർച്ചകളുണ്ടാവും. കുട്ടികളില്ലാത്തവരും ഈ അസുഖമുള്ള ആൾക്കാരും കാലുപാടില്ലാത്തവരും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് പിന്നെ ആൾക്കാരുണ്ട്. ഞാനും ഒരു വികലാംഗനാണ്. പക്ഷേ എനിക്ക് ഇതുപോലെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക, ഇതവിടെ ഒരു മുനീശ്വരൻ അമ്പലമാണിത്. അപ്പോൾ അവിടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, എല്ലാം ഇവിടെ ഫ്രീ ആണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതികളാണ് ഇവിടെ. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, കാര്യം വരുന്നതൊക്കെ ജനപ്രവാഹമാണ്. കാര്യം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു കുംഭമേളയൊക്കെ കാണും. പക്ഷേ കുംഭമേളയിൽ ഇത്രയും ആൾക്കാരുണ്ടോ എന്നുള്ളൊരു സംശയം വരും. കാര്യം 18 കിലോമീറ്റർ ഈ ജനം ഉണ്ടെന്ന് പറയുമ്പോൾ 18 കിലോമീറ്റർ ഈ ജനം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ജനങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിലൊരു ചരിത്രമൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അർജുനനും ദുര്യോധനനും യുദ്ധം നടക്കുമ്പോൾ സമയത്ത് ശിവനെ പിന്നെ കാണാനായിട്ട് അനുഗ്രഹം മേടിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നു, കിഴക്ക് സൈഡ് പോയി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കിഴക്ക് സൈഡും അർജുനനും കൃഷ്ണനും കിഴക്ക് സൈഡും ദുര്യോധനനും അവരുടെ ആൾക്കാരും തെക്ക് സൈഡും വന്ന് നിൽക്കുന്നതാണ് ഐതിഹ്യം. പക്ഷേ ഭഗവാൻ ഇറങ്ങി വരുന്നത് കിഴക്ക് സൈഡാണ്. അപ്പോൾ ആദ്യം കാണുന്നത് അർജുനനെയാണ്. അപ്പോൾ അർജുനനെ കണ്ട് അർജുനന് വിജയാശംസകളൊക്കെ നേർന്നുകൊണ്ട് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ദുര്യോധനൻ കണ്ടാലും ആദ്യമേ തന്നെ ഒരാൾക്ക് കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ വിജയാശംസകൾ നേർന്നിട്ടാണ് പിന്നെ ഭഗവാൻ ഇങ്ങനെ കറങ്ങി തെക്ക് സൈഡിലേക്ക് വരണം. അവിടെ വരുമ്പോഴാണ് ദുര്യോധനനെ കാണാൻ പറ്റുക. അപ്പോൾ നേരത്തെ തന്നെ അർജുനന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് യുദ്ധം ജയിച്ചതെന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. എനിക്കറിയില്ല, അറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല. പക്ഷേ ഇത് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ തന്നെയാണ്. കാര്യം എന്താ പറയുക, നമ്മളെ പിന്നെ കണ്ണിന് തന്നെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. കാര്യം ഇത് കാണാത്തവർ കാണുക. തിരുവണ്ണാമലയിൽ ഇങ്ങനെ അടുത്ത പ്രാവശ്യമെങ്കിലും വരിക, നിങ്ങളിതിന് ഭാഗമാകുക. കാര്യം ഇത് ഭയങ്കര അനുഗ്രഹമുള്ളൊരു ഇതാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാര്യം സംഭവം ശരിയായിരിക്കാം. കാര്യം ഇത്രയൊക്കെ പിന്നെ ആൾക്കാർ ജനങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ അത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പിന്നെ എന്താ പറയുക, ആൾക്കാരിങ്ങനെ നടക്കുകയാണ്, ചെരുപ്പ് പോലും ഇല്ലാണ്ട് കുഞ്ഞു കുട്ടികൾ വരെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഇനിയും വരും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനെക്കുറിച്ച് അറിയുന്നവരെ കമൻറ്റിൽ കൂടി അഭിപ്രായങ്ങൾ പറയണം. അത് എനിക്കൊരു സപ്പോർട്ടായിരിക്കും. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.